ഒരു നാടിന്റെ ഐക്യത്തെയും പരസ്പര സഹായ മനോഭാവത്തെയും സൂചിപ്പിച്ചിരുന്ന കുറിക്കല്യാണത്തെ പുനരാവിഷ്കരിച്ചപ്പോൾ അത് ചെന്നെത്തിച്ചത് ഗൃഹാതുരമായ നല്ല ഓർമ്മകളിലേക്ക്. തുവൂർ സ്നേഹിതർ റെയിൽവേ സൗഹൃദ കൂട്ടായ്മയാണ് കുറിക്കല്യാണം നടത്തിയത്. 80കളുടെ അവസാനം വരെ സജീവമായിരുന്ന ഒരു നാട്ടുരീതിയെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു കുറിക്കല്യാണം നടത്തിയത്. ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും സജീവമാകുന്നതിന് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 80കളുടെ അവസാനം വരെ സജീവമായിരുന്ന ഒരു നാട്ടുരീതിയാണ് കുറിക്കല്യാണം. അന്ന് സാമ്പത്തികമായി പ്രയാസം നേരിടുന്നവരെ സഹായിക്കാനും നാടിന്റെ സൗഹൃദം നിലനിർത്താനും ഈ രീതി വ്യാപകമായിരുന്നു. ആ കുറിക്കല്യാണത്തെ അതിന്റെ തനിമ ഒട്ടും ചോരാതെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തിയിരിക്കുകയാണ് തുവൂർ സ്നേഹിതർ റെയിൽവേ സൗഹൃദ കൂട്ടായ്മ. കൂട്ടായ്മയുടെ 6ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് ഇത്തരമൊരു വ്യത്യസ്തമായ പരിപാടി സംഘടിപ്പിച്ചത്. വലിയ ഒരു മാതൃകയായിരുന്നു കുറിക്കല്യാണങ്ങൾ. പല ജനങ്ങൾക്കും അത് അന്നത്തെ കാലത്ത് വലിയ ആശ്വാസമായിരുന്നു. അങ്ങനെ ഒരു പ്രസ്ഥാനം നമ്മുടെ നാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു ഇല്ലാതായപ്പോഴാണ് നമ്മുടെ നാട്ടിലേക്ക് ആഴ്ചകൾ തോറും വരുന്ന അണ്ണന്മാരും അതുപോലെ തന്നെ ചെറിയ ബ്ലേഡ് കമ്പനികളും വട്ടിക്കാരും ഒക്കെ നമ്മുടെ നാട്ടിൽ വളർന്നു വന്നത്. അപ്പോൾ നാട്ടിലെ സമൂഹത്തിലുണ്ടായിരുന്ന വലിയൊരു സഹകരണവും പരസ്പര സ്നേഹത്തിൻ്റെയും കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് മുമ്പുണ്ടായിരുന്ന ഒരു കാര്യത്തിൻ്റെ പുനരാവിഷ്കാരം ആണ് ഇവിടെ ഈ വാട്സപ്പ് കൂട്ടായ്മ നടത്തുന്നത്. ഇതിൽ നിന്നും ഒരു വലിയ പാഠം നമ്മുടെ സമൂഹത്തിന് മുന്നിൽ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ കൂട്ടായ്മ ഈ ഒരു ചെറിയ കൊച്ചു പ്രദേശത്ത് നടത്തുന്നുണ്ട്. അതിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ. 80കളിൽ തിയേറ്റർ കളക്ഷൻ നേടിയ ചിത്രങ്ങളുടെ പോസ്റ്റർ പതിച്ച ചായക്കടകളും അന്നത്തെ ഉപകരണങ്ങളുമെല്ലാം കുറിക്കല്യാണത്തിന്റെ ഭാഗമായി. പുലർച്ചെ 5 മുതൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് കുറിക്കല്യാണം തുടങ്ങിയത്. നേരത്തെ തന്നെ വലിയ പ്രചാരം നൽകിയതിനാൽ നിരവധി പേർ ഇത് കാണുന്നതിനായി എത്തിയിരുന്നു. ആലത്തൂരിലുള്ള ഒരു രോഗിക്ക് വേണ്ടി 10,000 രൂപ ഞങ്ങൾ നീക്കിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൽ മിച്ചം വരുന്ന മുഴുവൻ സംഖ്യയും തുവൂർ പാലിയേറ്റീവിൻ്റെ കെട്ടിട നിർമ്മാണ ഫണ്ടിലേക്കാണ് ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചുള്ളത്. അതുപോലെ തന്നെ ഈ 6 വർഷക്കാലം ഞങ്ങൾ ഒരു 4-5ഓളം ടൂറുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ ടൂറിലൊക്കെ മിച്ചം വരുന്ന മുഴുവൻ സംഖ്യയും ഞങ്ങൾ പാലിയേറ്റീവിലേക്കാണ് നീക്കി വെച്ചിട്ടുള്ളത്. അങ്ങനെ പിന്നെ ഇനി അടുത്തതായിട്ട് ഞങ്ങളുടെ ആഗ്രഹം 60 വയസ്സ് കഴിഞ്ഞ നമ്മുടെ കാരണവന്മാരെയും കൊണ്ട് ഒരു ചെറിയൊരു വിനോദയാത്ര സംഘടിപ്പിക്കാനുള്ള ഒരു ഉദ്ദേശമായിട്ടാണ് ഇനി അടുത്തതായിട്ടുള്ള ഞങ്ങളുടെ പ്രോഗ്രാം. പഴയകാല സംഗീതവും കുറിക്കല്യാണത്തെ ഗൃഹാതുരമാക്കി. കുറിക്കല്യാണത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം മാപ്പിളകവി OM കരുവാരക്കുണ്ട് ഉദ്ഘാടനം ചെയ്തു. വായിക്കാൻ പറ്റുകയാണെങ്കിൽ വായിക്കണം. പിന്നെ പാട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ചെയ്യാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ, വളരെ മാപ്പിളപ്പാട്ടിൻ്റെ വിവിധ കൃതികൾ വായിച്ച ഒരാൾ എന്നുള്ള നിലയിൽ മാപ്പിളപ്പാട്ടിൽ അങ്ങനെ ഒരു മാപ്പിള പറഞ്ഞാൽ നമ്മുടെ പിന്നെ എറണാകുളം മുസ്ലിങ്ങൾക്ക് മാപ്പിള എന്ന് പറയാറുണ്ടല്ലോ. മാപ്പിളമാരുടെ ഒരു പ്രത്യേക സ്വത്തല്ല ഈ മാപ്പിളപ്പാട്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം സ്നേഹിതർ കൂട്ടായ്മ ചെയർമാൻ P. മുരളീധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിജിലൻസ് ഇൻസ്പെക്ടർ P. ജ്യോതീന്ദ്രകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. മുതിർന്ന പൗരന്മാരെ ആദരിക്കൽ, വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ അനുമോദിക്കൽ, വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ നടന്നു. കളത്തിൽ കുഞ്ഞാപ്പു ഹാജി, KK സുരേന്ദ്രൻ, അസീസ് ചാത്തോലി, അബു ഇരിങ്ങാട്ടിരി, PA മജീദ്, പ്രകാശ് വേങ്ങശ്ശേരി, PT ജ്യോതി, നാരായണൻകുട്ടി അരിക്കുഴി, P. അനിൽകുമാർ, മുഹമ്മദ് പൂവത്തിക്കൽ, P. സലാഹുദ്ദീൻ, AK അനീസ്, കൊപ്പത്ത് ഷെരീഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു.
ന്യൂസ് ബ്യൂറോ, തുവൂർ. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.